ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമികളാണ്. കണ്ടിട്ടില്ലേ? നല്ല വേനൽക്കാലത്ത് ഉരുകിക്കിടക്കുന്ന ഇട്ട റോഡിൽ കൂടെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? കയറ്റം താങ്ങാനാകാത്ത ലോഡ് ആ കാളവണ്ടിയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. വണ്ടി ഓടിക്കുകയാണ്. കാളവണ്ടിക്കാരൻ ആട്ടി രണ്ട് വാലിൽ ഇങ്ങനെ പിടിച്ച് നടക്കാളെ എന്ന് പറഞ്ഞ് നടക്കാൻ അതൊന്നും രണ്ടും കൂടെ കിടന്ന് വലി അനങ്ങുന്നില്ല വണ്ടി. അത്രയ്ക്ക് ഭാരം. ഉരുകി കിടക്കുന്ന കാർ അതിന്റെ പുറത്തൂടെയാണ് നടക്കുന്നത്. അപ്പോഴാണ് നല്ല ചാട്ടയെടുത്ത് ആട്ടി എന്താ കർമ്മഫലാനുഭവം. മനുഷ്യനായിരുന്നപ്പോൾ ഇവിടെ അരയിലും അണ്ടുപേരിലും ഒക്കെ ബോംബ് വെച്ച് പൊട്ടിച്ച് നടക്കുന്ന പാർട്ടിക്കാരുണ്ടല്ലോ. രഹസ്യമായിട്ട് വെച്ച് പൊട്ടിച്ച് താനും ചത്ത് മറ്റുള്ളവരെയും കൊല്ലുന്ന ഈ ഭീകരന്മാരുണ്ടല്ലോ. അവരെല്ലാം ഇതുപോലെയുള്ള അനുഭവങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്. ഈ ഭീകര പ്രവർത്തനത്തെ ഭഗവത്ഗീത മുൻകൂട്ടി കണ്ടിരുന്നു 6000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഭീകര പ്രവർത്തനം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉഗ്രകർമാണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭീകരകർമ്മം എന്ന് പറയുന്നതിനേക്കാൾ അത് മനോഹരമായ പ്രയോഗം 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ഉഗ്രകർമ്മം ഇത് അനുഭവിച്ചു തന്നെ തീർക്കണം. എന്ത് കർമ്മം ആര് ചെയ്യുന്നോ അപ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെടും തന്റെ റെക്കോർഡ്. അതെല്ലാം താൻ തന്നെ അനുഭവിക്കും. ഈ കാളയായിട്ട് നടക്കുന്നത് 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾക്കിടയിൽ ഒന്ന് മാത്രമാണ് മനുഷ്യ ജന്മം. ബാക്കി 83,99,999 അല്ലേ? 80 ഒക്കെ ശരി തന്നെ, കണക്കൊന്നും ശരിയല്ലേ? അത് മുഴുവനും ഭോഗഭൂമികളാണ്. ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രം. അതിലൊന്നു മാത്രമാണ് മനുഷ്യജന്മം. എന്താ മനുഷ്യജന്മം കൊണ്ടുള്ള നേട്ടം? ആ ജന്മത്തിൽ മാത്രമാണ് എത്രയെത്ര കോടിക്കണക്കിന് മനുഷ്യ ശരീരത്തിൽ നാം ജന്മമെടുത്ത് ഏതെല്ലാം ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം നിമിഷം കൊണ്ട് എരിച്ചു കളയാനായിട്ടുള്ള അതിമഹത്തായ സന്ദർഭം നമുക്ക് കിട്ടുന്നത് ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമാണ്. അതാണ് മനുഷ്യ ശരീരം അത്യന്തം ദിവ്യമായത്. ഒന്നും നമുക്ക് ലഭിക്കേണ്ടതായിട്ട് വരില്ല. എങ്ങനെ? ജ്ഞാനത്തിലേക്ക് ഉണർന്നാൽ. എങ്ങനെ ജ്ഞാനത്തിലേക്ക് ഉണരുന്നത്? ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ആ ചൈതന്യ സ്വരൂപമാണ് ഞാൻ എന്നറിഞ്ഞ് സുമതികുട്ടി തന്നെ സുമതികുട്ടി ഭാവത്തിൽ നിന്ന് വിടർത്തി ഞാൻ ആത്മചൈതന്യമാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആത്മബോധത്തിൽ സദാ നിലനിൽക്കണം. 24 മണിക്കൂറും ഞാൻ ആ ആത്മചൈതന്യമാണ് എന്ന ഭാവനയിൽ നിൽക്കുന്നതോടൊപ്പം ആ 24 മണിക്കൂറും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സർവ്വ വ്യാപാരങ്ങളിലും തുടരുകയും ചെയ്യും. അപ്പൊ അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നോക്കാം എന്നൊരു ചിന്തയുണ്ട്. മറ്റത് ആധ്യാത്മികത വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കളയണം. ഭാര്യയെ കളയണം, മക്കളെ കളയണം, കുടുംബത്തിനെ കളയണം. ഒക്കെ കളഞ്ഞാലേ ആധ്യാത്മികത കിട്ടൂ എന്ന് പറയുന്നതൊക്കെ അർത്ഥമില്ലാത്ത കാര്യമാണ്. ആലോചിച്ച് നോക്കൂ. Be with everything. ഞാൻ നശ്വരമായ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ആ ചൈതന്യ സ്വരൂപമാണ് എന്ന ബോധത്തിലെ ഉണർന്ന് അതിൽ സ്ഥിതി നേടുക എന്ന് പറയുന്നതാണ് ആധ്യാത്മികത. അതിന് ഭാര്യ എന്ത് പഠിച്ച്, മക്കളെന്ത് പഠിച്ച്, കുടുംബം എന്ത് പഠിച്ച്, സമൂഹം എന്ത് പഠിച്ച്, ഒന്നും അതിന് പ്രതിബന്ധമല്ല. നിനക്ക് ഈ ഭാവത്തിലേക്ക് ഉണരാൻ സാധിക്കുമോ? അയാൾക്ക് ചിന്തിക്കും. നിനക്ക് ഞാൻ നശ്വരമായ ഈ ശരീരമാണ് എന്ന ബോധത്തിൽ നിന്ന് മാറി
ജീവിക്കുന്ന ഒരിക്കലും നാശമില്ലാത്ത ആ ചൈതന്യ സ്വരൂപമാണ് എന്ന ഭാവത്തിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ സദാ വിചാരം ചെയ്യണം. യദ്ഭാവോ തദ്ഭവസി. ഏത് ഭാവമാണോ നിനക്കുള്ളത് നീ അതായി തീരും. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവസി. ഞാൻ ശരീരമാണ് എന്ന ബോധത്തിലാണ് നീ കഴിയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവസാനം രോഗം വന്ന് വലിച്ച് 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 ഞരങ്ങി ഞരങ്ങി അവസാനം ചത്തു പോകും, യാതൊരു സംശയവുമില്ല. എന്നാൽ ആരാണോ ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ആ ചൈതന്യ സ്വരൂപമാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ ആ ഭാവനയിൽ സ്ഥിതി നേടുന്നത് അവനും രോഗിയായിത്തീരും. അവനും കിടന്ന് ഞരങ്ങും, അവനും കിടന്ന് കൊലവും. പക്ഷെ അപ്പോഴൊക്കെ അവൻ താൻ ആ ആത്മചൈതന്യമാണ് എന്നുള്ള ഭാവത്തിൽ തന്നെ നിൽക്കുകയും അവന്റെ ശരീരം പുലർത്തുകയും ചെയ്യും. അറേമുക്കാലിന് പൂജയ്ക്ക് സമയമാകുന്നു. തുടർച്ച നാളെ കൃത്യം 5 മണിക്ക് 5:15 കൃത്യമായിട്ട്